ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. സഹോദരങ്ങളെ, സുഖമാണോ? നമ്മുടെ കുറവിലങ്ങാട് തീർത്ഥാടന കേന്ദ്രത്തിൽ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പള്ളിയിൽ പിന്നെ മുത്തിയമ്മയുടെ പ്രത്യേക മധ്യസ്ഥമുള്ള പള്ളിയിൽ 3 നവംബർ പ്രധാനപ്പെട്ട തിരുനാളാണ് കേട്ടോ. നിങ്ങളെല്ലാം പ്രത്യേകം ക്ഷണിക്കുകയാണ്. ഹല്ലേലൂയ. വന്ന് ഒന്ന് തിരുനാളൊക്കെ കൂടി പ്രാർത്ഥിച്ച് അല്ലേ, വലിയ വലിയ സഭയുടെ വലിയൊരു പാരമ്പര്യം ഉറങ്ങുന്ന സ്ഥലമല്ലേ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞായറാഴ്ച ദിവസം കത്താൻ ദിവസം വലിയ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ, കഴിഞ്ഞ ദിവസം എന്നോട് എൻ്റെ ഒരു ആത്മമിത്രമായ ഒരച്ഛൻ പറയുകയത്, അതായത് പിന്നെ ഒരു ആ കൊച്ചിങ്ങനെ ടോക്കെന്ന് പറഞ്ഞാൽ അപ്പം ഓടി വരും. എന്നേരം കുഞ്ഞുങ്ങളെ നിന്ന് എപ്പോൾ വിളിക്കുന്നോ അത് കഴിഞ്ഞ് അപ്പം വിട്ടുപോകും. അങ്ങനെയും ചില ആൾക്കാരിനകത്തുണ്ടല്ലേ. കുഞ്ഞുങ്ങളെ, നിങ്ങളെങ്ങനെ ഓടിപ്പോകരുത്, അവസാനം കുഞ്ഞുങ്ങളെ നിന്ന് വിളിക്കും കേട്ടോ. ഹല്ലേലൂയ. എന്തായാലും കുട്ടികൾക്ക് വലിയ സ്നേഹമല്ലേ ശരിക്കും അല്ലേ, ദൈവത്തിൻ്റെ വലിയ കരുണ. പ്രിയമുള്ള സഹോദരങ്ങളെന്ന് പ്രത്യേകിച്ച് ഒരു നന്മറം ചൊല്ലി നിങ്ങളുടെ എല്ലാവരും നിയോഗങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ആഴ്ചയിൽ ഒരു ഉറപ്പായിട്ടും നമ്മുടെ എല്ലാ പ്രാർത്ഥന നിയോഗങ്ങൾ. സത്യത്തിൽ ഇതെല്ലാം നടക്കുന്നത് എങ്ങനെയാണ്? ഇതെല്ലാം നടക്കുന്നത് ഇപ്പം ബിനോശ്വരനോട് പറഞ്ഞാൽ മതി എന്ന് നിങ്ങൾ പലരും പറയും. പക്ഷേ ഇതെല്ലാം നടക്കുന്നത് എങ്ങനെ ശരിക്കും? നമ്മൾ ഒരുപാട് പേരുടെ മധ്യസ്ഥ പ്രാർത്ഥന എല്ലാം ഈശോ കേൾക്കുക. ഈശോയുടെ കരുണയും ഈശോയുടെ സ്നേഹമാണ് അല്ലേ. അപ്പം അതിനെല്ലാവർക്കും വേണ്ടി നമുക്ക് കൊണ്ട് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് 1 കൊരിന്തോസ് 10:11 അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. തലക്കെട്ട് ഇങ്ങനെ, ഒന്നും വെറുതെ ചെയ്യരുത്. ഹല്ലേലൂയ. ചില ആൾക്കാരുണ്ട് കമന്ന് വീണ കാപ്പണം കൊണ്ട് എഴുന്നേക്കുന്നവരെന്നൊക്കെ പറഞ്ഞ് പണ്ട് ചൊല്ലി കേട്ടു. ഇന്നത്തെ ആൾക്കാരുടെ പിള്ളേരോടൊക്കെ ചൊല്ലെന്ന് പറഞ്ഞ് എന്നെ സാധനം എന്ന് പറയത്തിരിക്കും. അതൊക്കെ പഴയ കാരണവന്മാർക്ക് പ്രായമുള്ള കാരണവരെ നമ്മൾ പരിഗണിക്കണമല്ലോ, അതിനുവേണ്ടി പറയുന്നത്. എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞ കൊളോസ്യസ് 10 ഓർക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്താലും അതെല്ലാം കർത്താവ് ഈശോ മിശിഹാ വഴി ചെയ്യണമെന്ന്. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഈശോയുടെ നാമത്തിൽ ഒരു പാത്രം വെള്ളം കൊടുക്കുന്നവന് അതിൻ്റെ ഒരു പ്രതിഫലമുണ്ട് ബൈബിളിൽ എന്ന് പറയുന്നത് പോലെ ഇവിടെ പറയാണ്. അതിനാൽ പൗലോസ് പറയാണ്, നിങ്ങൾ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ മറ്റെന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെ, അതെല്ലാം ദൈവമഹത്വത്തിനായിട്ട് ചെയ്യും. ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്തുക. അപ്പം നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും ഫോർ ദ ഗ്ലോറി ഓഫ് ദ ലോർഡ് അല്ലേ, ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി, കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി കാഴ്ചവെക്കണം. ഏത് കാര്യം ചെയ്യുമ്പോൾ ഈശോയുടെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ, പുകഴ്ച ഉണ്ടാകട്ടെ എന്നൊരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ വരണം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഭക്ഷിക്കുക പാനം ചെയ്യുക എന്നൊക്കെ പറയുന്നത് എന്താ, നമ്മുടെ ഒരു നാച്ചുറലായിട്ട് നടത്തുന്ന ഒരു ആക്ഷനാണ്. അതുപോലും അല്ലേ കർത്താവിൻ്റെ ഒരു മഹത്വത്തിന് വേണ്ടിയിട്ടാണ് അല്ലേ, കർത്താവിനെ പുകഴ്ത്തുകയാണ്, കർത്താവിനെ സ്തുതിക്കുകയാണ്. അതൊരു ആധ്യാത്മികതയാണ്. ഒരു പ്രാർത്ഥനാ രീതി എന്നതിനൊക്കെ പറയുന്നത് ഒരു ആധ്യാത്മിക രീതിയാണ്. പരിശുദ്ധ ഫ്രാൻസിസ് അസീസി ഈ പ്രപഞ്ചത്തിൽ എന്ത് കണ്ടാലും അതിനെ പ്രതി ഈശോയിലേക്ക് ചിന്ത പോവുക, അതൊരു ആധ്യാത്മികതയാണ് എന്ന് പറയുന്നത് പോലെ. എൻ്റെ സഹോദരങ്ങളെ, എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും വെള്ളം കോരടിക്കും, മുറ്റം അടിക്കുമായിരിക്കും, നമ്മളെന്താ പറയുന്നത്, പിന്നെ മോട്ടർ ഇടുമായിരിക്കും, ഡ്രൈവ് ചെയ്യുമായിരിക്കും, എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും കർത്താവെ ദൈവമഹത്വത്തിന് വേണ്ടി കാഴ്ച. കാരണം മനുഷ്യന്റെ ഓരോ ദൗത്യമാണ് ഈശോയെ മഹത്വപ്പെടുത്തുക എന്നുള്ളത്, നമ്മുടെ ജീവിതത്തിലെ മരണപ്പെടുത്തുക. അപ്പോൾ പത്രോസ് പറയും, നീ മരണത്തിലൂടെ എന്നെ മഹത്വപ്പെടുത്തും അല്ലേ, മരണത്തിലൂടെ മഹത്വപ്പെടുത്തും. അപ്പോൾ ചിന്തിച്ചു, എല്ലാം ദൈവമഹത്വത്തിന് വേണ്ടി. ഈശോ യോഹന്നാൻ 17 പറയുന്നില്ല, ഞാൻ എൻ്റെ ജോലി പൂർത്തിയാക്കി ദൈവത്തെ മഹത്വപ്പെടുത്തി. യോഹന്നാൻ 17 പഠിപ്പിക്കുക. അപ്പം നമുക്ക് ഏൽപ്പിക്കുമ്പോൾ ഒരു ദിവസത്തെ ജോലി ചെയ്യുന്നത് പോലും ഫോർ ദ ഗ്ലോറി ഓഫ് ദ ലോർഡ്, ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയിട്ട്. വെളിപാടിന്റെ പുസ്തകത്തിന് മഹത്വം മുഴുവൻ കർത്താവിൻ്റെ ആലയത്തെ കൊണ്ടുവരാനാണ് പറയുന്നത്. മഹത്വം ദൈവത്തിന് മാത്രമാണ്, നമ്മളിത് എടുക്കരുത്. അപ്പോൾ എടുക്കുന്ന നേരത്തെ എല്ലാം പ്രശ്നവും വരും. അപ്പോൾ അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മൾക്കിങ്ങനെ, അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇതൊരു പാപത്തിന് ഒഴിവായി പോകും. അതുകൊണ്ടാണ് പറഞ്ഞു പോകുന്ന കുറേ സമയം എന്തായാലും വേണ്ടിയല്ല. അതായത് ഉദാഹരണം പറഞ്ഞാൽ ഭക്ഷിക്കുക, പാനം ചെയ്യുക, കുളിക്കുക, നടക്കുക എന്ന് പറയുന്ന പ്രവൃത്തികൾ പോലും ദൈവമഹത്വത്തിന് വേണ്ടി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മളിലൂടെ ദൈവം ചെയ്യുന്ന പ്രവൃത്തികൾ ചിലപ്പോൾ നമ്മൾ തന്നെ ചെയ്തതായിട്ടങ്ങ് തോന്നുമ്പോൾ ഇത് പോകും. കാരണം വെച്ചാൽ ദൈവം ഇത് ദൈവത്തിന് മഹത്വം കൊടുക്കാത്ത അവസ്ഥയാണല്ലോ അഹങ്കാരം എന്ന് പറയുന്നത് അല്ലേ. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ഇങ്ങനെ ഒരു പരിശീലനം തുടങ്ങി നോക്കിയാൽ ഭയങ്കര രസമായിരിക്കും ലൈഫ്, ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഇത് പറയുമ്പോൾ തന്നെ വലിയ സന്തോഷമാണ്. കുഞ്ഞുങ്ങളെ, അച്ഛൻ പറഞ്ഞാൽ പിന്നെ വാക്ക് മാറ്റുന്നില്ല കേട്ടോ, വിളിച്ചു പപ്പായി പിള്ളേർ തിരിച്ചു വന്നിട്ടുണ്ടാവും. ഹല്ലേലൂയ. നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, കുഞ്ഞുങ്ങളും യുവതി യുവാക്കളും കർത്താവ് വിവാഹത്തിന് ഒരുങ്ങുന്നവരും വിവാഹിതരും
മക്കളുള്ളവരും മരുമക്കളുള്ളവരും തലമുറകളുള്ളവരും വല്യപ്പച്ചന്മാരും കർത്താവ് ഗ്രാൻഡ് പാരൻസും അവരുടെ പാരൻസും ഒക്കെ ഒരുപാട് പേര് ചേരുന്ന വലിയൊരു കുടുംബമാണ്. സഭയുടെ ചെറിയൊരു പതിപ്പാണ്. വൈദികര്, സമർപ്പിതര്, ആ ജീവിതാന്തസരയിൽ പ്രവേശിക്കുക ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർ, ഏകസ്ഥ ജീവിതം നയിക്കുന്ന സുവിശേഷ വേലക്കാര്, ഇങ്ങനത്തെ മിനിസ്ട്രിയോട് താല്പര്യമില്ലാത്തവർ പോലും ചിലപ്പോൾ ഈ ശുശ്രൂഷ സംബന്ധിക്കുന്നുണ്ട്. നാനാജാതി മതസ്ഥര് ഒരാളെ പോലും ഒഴിവാക്കുന്നില്ല കർത്താവ്. അങ്ങ് ഏൽപ്പിച്ചെന്ന് ഒരാളെ പോലും ഒഴിവാക്കിയില്ലെന്ന് ഈശോ പറഞ്ഞ അതേ വചനം ആവർത്തിക്കാൻ എൻ്റെ പിതാവെ ഇവരെ ഓരോരുത്തരെ അനുഗ്രഹിക്കുക. പ്രത്യേകിച്ച് ഇവരുടെ മധ്യസ്ഥ പ്രാർത്ഥന നിയോഗങ്ങൾ ഏതെങ്കിലും വഴിക്ക് കർത്താവെ മധ്യസ്ഥ പ്രാർത്ഥന ചോദിച്ചിട്ടുള്ള ഓരോരുത്തരുടെ നിയോഗങ്ങളെ ഇപ്പോൾ ആശീർവദിക്കുക. ADM-നോട് ASM-നോടും ഒക്കെ മധ്യസ്ഥ പ്രാർത്ഥന ചോദിച്ചിട്ടുള്ള ഓരോരുത്തരെ അനുഗ്രഹിക്കുകയാണ്. ഈ ടോക്കിനോന്റെ നിയോഗങ്ങൾ അങ്ങനെ വേണ്ടി എല്ലാവരും അനുഗ്രഹിക്കുകയാണ് കർത്താവ്. തടസ്സങ്ങളുള്ളവർ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തടസ്സങ്ങളെ കെട്ടുകളഞ്ഞ് വിടുതൽ പ്രാപിക്കട്ടെ. കർത്താവ് ജോലിയുടെ മേഖലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു നാമത്തെ തടസ്സം വിട്ടുപോയി വഴി തുറങ്ങണം. വിവിധങ്ങളായ എക്സാമുകൾ എഴുതി റിസൾട്ട് കാത്തിരിക്കുന്ന എക്സാമിന് ഒരുങ്ങുന്നവരെ യേശുവിന്റെ നാമത്തെ അനുഗ്രഹം പ്രാപിക്കും. ഈ ദിവസങ്ങളിൽ IELTS, OET, ജർമ്മൻ പരീക്ഷകൾ പ്രത്യേക യേശുവിന്റെ നാമത്തെ അനുഗ്രഹിക്കുന്നതാണ്. അതേപോലെ തന്നെ കർത്താവ് +1, +2, 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് വരുന്ന കുഞ്ഞുങ്ങളെല്ലാം പ്രത്യേകം ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുക. ദൈവകൃപ ശക്തമായിട്ട് ആവശ്യിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.